നമസ്തേ. സപ്തവർണ്ണ എന്ന ഖണ്ഡകാവ്യത്തിന്റെ 4-ാം ഭാഗത്തിലെ കഥാ വിവരണം. കൊട്ടാരത്തിലേക്ക് പോയ ചിത്രകാരനെയും കാത്ത് വഴിക്കണ്ണുമായി നിൽക്കുകയാണ് സപ്തവർണ്ണ. രാജാവിനാൽ ശിരസ് ഛേദിക്കപ്പെട്ട ചിത്രകാരൻ അതാ മടങ്ങി വന്നിരിക്കുന്നു. തന്റെ കഴുത്തിലെ ചെന്നിണപ്പാട് കണ്ട് വേദനിച്ച സപ്തവർണ്ണയോട് കൊട്ടാരത്തിൽ നടന്ന സംഭവം ചിത്രകാരൻ വിവരിച്ചു. മാത്രമല്ല, തന്റെ ജീവൻ കുടികൊള്ളുന്നത് വലം പെരുവിരലിലാണെന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുകയും ധ്യാനത്തിനായി അടുത്തുള്ള ഗുഹയിലേക്ക് പോവുകയും ചെയ്തു. ചിത്രകാരനെ അന്വേഷിച്ച് രാജാവ് സപ്തവർണ്ണയുടെ സമീപമെത്തുന്നു. കാപട്യക്കാരനായ രാജാവിന്റെ വാക്കുകൾ വിശ്വസിച്ച് അയാൾ നൽകിയ കത്തിയുമായി ചിത്രകാരന്റെ ഗുഹയിലേക്ക് സ്വപ്നാടകയെ പോലെ സപ്തവർണ്ണ നടക്കുകയായി. ഇനി 5-ാം ഭാഗം കേൾക്കാം. ആഴിതൻ ചിറ്റല മച്ചകത്തിൽ ഹാനു താഴുവാൻ നീരാളം മാറി ആടും സുതാര്യ മഞ്ചത്തിൽ സഗൗരവം നാടുവാഴിയേകനായിരിപ്പൂ. ആഴിതൻ ചിറ്റല മച്ചകത്തിൽ ഹാനു താഴുവാൻ നീരാളം മാറി ആടും സുതാര്യ മഞ്ചത്തിൽ സഗൗരവം നാടുവാഴിയേകനായിരിപ്പൂ. ആശങ്ക വന്നു ഇടയ്ക്കിടെ മുട്ടവേ രോഷത്താൽ പ്രാചീ കവാടം നോക്കി കയ്യിൽ ഇരിക്കും ചഷകം നുകരുന്നു ഒപ്പം ചുരുട്ടും പുകച്ചിടുന്നു. വൃന്ദാവനത്തിലെ പൂമരച്ചില്ലയിൽ ചെമ്പോത്ത് ഈണത്തിൽ പൂകിടുന്നു. സപ്തവർണ്ണ സാലഗോപികനോടൊപ്പം എത്തിടുന്നു അതീശൻ നന്ദികേ. തേക്കിൻ പലാശത്താൽ മൂടിപ്പൊതിഞ്ഞൊരു കാഴ്ചദ്രവ്യം തിരുമുമ്പിൽ വച്ചു പാറിക്കിടന്ന് കുറുനിരമെല്ലവേ മാടിയൊതുക്കി തരുണി നിന്നു. വിസ്മയ നേത്രത്താൽ ഭാമിനിയെ നോക്കി സുസ്മിതം തൂകുന്നു മന്നവേന്ദ്രൻ. ആട്ടുതൊട്ടിലിൽ ഇരിക്കുമിലപ്പൊതി പാട്ടമുഖത്താൽ അഴിച്ചു നോക്കി ആസ്യം പിറകോട്ടു മാറ്റിപ്പൊടുന്നനെ ആശ്ചര്യത്താൽ മന്നൻ നിന്നുപോയി. കട്ട പിടിച്ച നിണം വാർന്നു നീലച്ച തള്ളവിരലൊന്നതിലിരിപ്പൂ. രക്തത്തിൽ മുങ്ങി കുളിച്ചൊരു കത്തിയും ഒപ്പമതിനോടു ചേർന്നിരിപ്പൂ. വെട്ടേറ്റുവാടിയ മാംസഗന്ധം ഘ്രാണെ ഒട്ടിപ്പിടിക്കേ പറഞ്ഞു മങ്ക. വെട്ടേറ്റുവാടിയ മാംസഗന്ധം ഘ്രാണെ ഒട്ടിപ്പിടിക്കേ പറഞ്ഞു മങ്ക. ചിത്രകാരന്റെ ജീവൻ കുടികൊണ്ടതീ ഹസ്തപ്പിരുവിരൽ തുമ്പിലല്ലോ. ചിത്രകാരന്റെ ജീവൻ കുടികൊണ്ടതീ ഹസ്തപ്പെരുവിരൽ തുമ്പിലല്ലോ. കത്തിയാൽ ഞാനതു വിച്ഛേദിച്ചിടവേ കഷ്ടമയാൾ പിടഞ്ഞു മരിച്ചു. അസംശയം വിഭു അങ്കുരിക്കുന്നെങ്കിൽ ഹിംസ്രജന്തുക്കൾ ഭക്ഷിക്കും മുമ്പേ പർവ്വതത്തിനടിവാരത്തിലുള്ളൊരു ഗന്ധരത്തിൽ മൃതമീനി കാണാം. അങ്ങൻ പ്രിയതമനാകുവാൻ വേണ്ടിയ അഷ്ടഗുണചിത്തനെ കൊന്നു ഞാൻ. അങ്ങൻ പ്രിയതമനാകുവാൻ വേണ്ടിയ അഷ്ടഗുണചിത്തനെ കൊന്നു ഞാൻ. ജീവിതമാസാധ്യ പാനീയമാക്കുവാൻ ജീവിതേശായൻ കരം ഗ്രഹിക്കൂ. ജീവിതമാസ്വാദ്യ പാനീയമാക്കുവാൻ ജീവിതേശ എൻ കരം ഗ്രഹിക്കും. ആർത്തു ചിരിച്ചു പറയുന്നു മന്നൻ, മറ്റാർക്കുമേ ചെയ്യാൻ കഴിയാത്തൊരു സംരംഭമാണു നീ തീർത്തത്. ഞാനതിൽ സന്തോഷം കൊള്ളുന്നു. പക്ഷേ നിന്നെ കാന്തയായി വേൽക്കാമെന്നു ഒഴിഞ്ഞത് കാര്യസാധ്യത്തിനു മാത്രമല്ലോ. കാപട്യമായുള്ള എൻ രാഗവായ്പിൽ നീ താപസനെ നിഷ്ഠുരം വധിച്ചു. നിൻപതിയായി ഞാൻ മാറുകയാണെങ്കിൽ നിശ്ചയമെന്നെ ചതിച്ചിടും നീ. കാപട്യമായുള്ള എൻ രാഗവായ്പിൽ നീ താപസനെ നിഷ്ഠുരം വധിച്ചു. നിൻപതിയായി ഞാൻ മാറുകയാണെങ്കിൽ നിശ്ചയമെന്നെ ചതിച്ചിടും നീ. നാരിതൻ മാനസ മാറ്റമറിയുവാൻ പാരിൽ പുരുഷന് സാധ്യമല്ലോ.
കൊട്ടാരക്കെട്ടിൻ പുറത്തേക്കു നിന്ന ഞാൻ വിട്ടാൽ എനിക്കു വിപത്തു വരും. അങ്ങനൊരു ദിനം എത്താതിരിക്കുവാൻ ബന്ധിതയായി നീ കാരാഗ്രഹത്തിൽ ആജീവനാന്തം കിടന്നുകൊണ്ടിടുവാൻ രാജാധികാരി ഞാൻ കൽപ്പിക്കുന്നു. നിശ്ചേഷ്ടയായി നിൽക്കുമാ മഹിള തൻ മെയിൽ വീണു ചങ്ങല ചുറ്റുകൾ. കിങ്കരൻ കൊണ്ടുപോയിടുന്നവളയോരന്ധകാരക്കെട്ടിൽ തള്ളിടുന്നു. താപാശ്രു തുള്ളികൾ ധാരയായി വീഴുന്നു. താന്തയായി കേഴുന്നു സപ്തവർണ്ണ. മാപ്പുമാപ്പെന്നൊരു വിട്ടുകൊണ്ടു നെടുവീർപ്പിട്ടുന്മാദിനിയെപ്പോലവൾ പാറയാൽ കെട്ടിയുയർത്തിയ ഭിത്തിയിൽ കൂന്തലടിഞ്ഞ ശിരസടിപ്പു. നെറ്റി പിളർന്നു ചുടുനിണം വീഴവേ ഉച്ചത്തിൽ കേൾപ്പു താപസവാക്യം. സപ്തവർണ്ണേ മകളെ കരയാതെ ഈ ചിത്രകാരന്റെ അരിയ ജന്മം. മുറ്റിപ്പഴുക്കാത്ത കായ്പോൽ കുഴിഞ്ഞാലും ചുറ്റുമതിൽ മുറിക്കുള്ളിലെന്നും ആത്മാവശരീരി പോൽ തുടിച്ചിടുമെന്നാത്മാംശമേ നിന്നെ കാണുവാനായി. ആത്മാവശരീരി പോൽ തുടിച്ചിടുമെന്നാത്മാംശമേ നിന്നെ കാണുവാനായി. കുറ്റപ്പെടുത്തുകയില്ലൻ മണിക്കുഞ്ഞേ, അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിച്ചുപോയി. കുറ്റപ്പെടുത്തുകയില്ലൻ മണിക്കുഞ്ഞേ, അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിച്ചുപോയി. കുറ്റിരുട്ടു ചൂഴിടുന്ന തടവറ കുട്ടിയവൾ ചാഞ്ഞു കണ്ണടച്ചു. കുറ്റിരുട്ടു ചൂഴിടുന്ന തടവറ കുട്ടിയവൾ ചാഞ്ഞു കണ്ണടച്ചു. സമാപ്തം. 5-ാം ഭാഗത്തിലെ കഥാവിവരണം ഞാൻ നടത്തുന്നില്ല. പൂർണ്ണമായും നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.